കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സെനറ്റ് അംഗങ്ങൾ ചാൻസലർക്ക് കത്ത് നൽകി. ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങളാണ് കത്ത് നൽകിയത്. സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ ചാൻസലറായ ഗവർണർ നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കി തെരഞ്ഞെടുപ്പ് നടത്താൻ സർവകലാശാല നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമായി UDF രംഗത്തെത്തിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂലികളായ ഡോക്ടർ പി രവീന്ദ്രൻ, ഡോക്ടർ TM വാസുദേവൻ എന്നിവരുടെ പത്രിക രജിസ്ട്രാർ തള്ളിയിരുന്നു. യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഇവരുടെ പത്രിക തള്ളിയതോടെ CPM പ്രതിനിധി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഒഴിവാക്കപ്പെട്ട അധ്യാപകരുടെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ സ്റ്റേ ചെയ്ത് ചാൻസലറായ ഗവർണർ ഉത്തരവിട്ടത്. എന്നാൽ ഈ സ്റ്റേ നീക്കാനുള്ള നിയമപരമായ നടപടികൾ സർവകലാശാല സ്വീകരിക്കാത്തതിനെതിരെയാണ് UDFന്റെ പ്രതിഷേധം. പ്രതിപക്ഷമില്ലാതെ നിലവിലുള്ള നോമിനേറ്റഡ് സിൻഡിക്കേറ്റിന് തുടരാനുള്ള നീക്കമാണിതെന്നാണ് UDFന്റെ ആരോപണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഇലക്ഷൻ ബോധപൂർവം വൈകിക്കാനുള്ള ശ്രമമാണ് യൂണിവേഴ്സിറ്റി അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയിലെ 2 പ്രൊഫസർമാരുടെ പത്രിക തള്ളി രജിസ്ട്രാർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. യൂണിവേഴ്സിറ്റി നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 6 അംഗ നോമിനേറ്റഡ് സിൻഡിക്കേറ്റിന് കൂടുതൽ കാലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതിന് പിറകിലുള്ളത്. തെരഞ്ഞെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങൾ ഗവർണർക്ക് കത്ത് നൽകി. കഴിഞ്ഞ 6 മാസമായി തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ സർവകലാശാല ശ്രമിച്ചപ്പോൾ കോടതി ഇടപെട്ടതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ VC നിർബന്ധിതമായതെന്ന് കത്തിൽ പറയുന്നു. രജിസ്ട്രാർ തള്ളിയ 2 അധ്യാപകരുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കത്തിൽ ഉന്നയിക്കുന്ന ആവശ്യം. റിപ്പോർട്ടർ, മലപ്പുറം.